ആചാര്യ TV ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതിദിവ്യ ഗ്രന്ഥമായ ഭഗവത്ഗീതയെ കുറിച്ചാണ്. ഭഗവത്ഗീത ദി സോങ് ഓഫ് ഗോഡ്, ഈശ്വരന്റെ പാട്ട് തന്നെയാണത്. വിശുദ്ധ ഗ്രന്ഥം കൂടിയാണ് ഹിന്ദുക്കളുടേത്. എന്താണ് ഭഗവത്ഗീത പഠിപ്പിക്കുന്നത്? ഈശ്വരനിലേക്ക് എത്തുക എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഭഗവത്ഗീതയിൽ 18 അധ്യായമുണ്ട്. ഈ അധ്യായങ്ങളിലൊക്കെ നമ്മൾ നോക്കിയാൽ കാണാം, എല്ലാ അധ്യായത്തിന്റെ അവസാനം യോഗ, വിഷാദയോഗം, സാഖ്യയോഗം, ലാസ്റ്റില് മോക്ഷ സന്യാസ യോഗം. അപ്പൊ എല്ലാം യോഗമാണ് ഭഗവത്ഗീത പഠിപ്പിക്കുന്നത്. അപ്പൊ യോഗ എന്ന് പറഞ്ഞാൽ എന്താ? യുജ് എന്നുള്ളതിനാണ് യോഗ ഉണ്ടായത്. യുജ് എന്ന് പറഞ്ഞാൽ യോജിക്കുക. എന്തിനോട് യോജിക്കണം? ഈശ്വരനോട്. ഭാരതത്തിൽ ഇതേ പഠിപ്പിക്കാനുള്ളൂ നമുക്ക്. ഇവിടെയാണ് നമ്മൾ എത്തേണ്ടത്. ഈ പരമസത്യത്തിലെത്തൂ. ഇത് നിങ്ങൾ സാംശീകരിക്കൂ, അനുഭവിക്കൂ. ഇതേ പഠിപ്പിക്കാനുള്ളൂ ഭാരതത്തിൽ. ഇതാണ് ഭാരതം, പുണ്യഭൂമി 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 എന്ന് പറയുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ഭാരതത്തിലുള്ള അത്ര മഹാജ്ഞാനികൾ, ഋഷീശ്വരന്മാർ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? എത്രയോ പേര് ഇവിടേക്ക് ഒഴുകുകയാണ്, ദാഹിക്കുകയാണ് അവര്. ഈ ആത്മീയമായ അമൃതനെ പറ്റി ഒന്ന് അറിയാൻ, ഒന്ന് ബുദ്ധിയിലെങ്കിലും ഉറപ്പിക്കാൻ ദാഹിക്കുകയാണ്, കടയുകയാണ് അവര്. നമുക്കിവിടെ അടുത്തുണ്ടായിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുന്നില്ല. മാത്രമല്ല, നമ്മൾ അതിനെ ഹസിക്കുക കൂടി ചെയ്യും. കാരണം ഈ വേദോപനിഷത്തുകൾ, 18 പുരാണങ്ങൾ, ഭഗവത്ഗീത, ഭാഗവതം, രാമായണം, ഇതിനൊക്കെ ഹസിക്കാന്ന് വെച്ചാൽ ഇത്രയും പവിത്ര പരിശുദ്ധമായ അത് രചിച്ചവരും ആ ആത്മാനുഭൂതി നോക്കുന്നവരൊക്കെ പൊട്ടന്മാരാണോ? ഇവരാണോ വലിയ സമർത്ഥര്? എന്തായാലും അത് അവിടെ ഇരിക്കട്ടെ, അത് നമ്മുടെ വിഷയമല്ല. നമുക്കറിയാനുള്ളത് ഭഗവത്ഗീത യോഗ 18 അധ്യായത്തിലും ഇനി നിങ്ങൾ മറച്ചു നോക്കി നോക്കുമൊക്കെ യോഗ വെച്ചിട്ടാണ്. അപ്പൊ ഒരു ജീവൻ വിഷാദ യോഗമാണ്. അർജുനൻ എന്ന് പറഞ്ഞാൽ ദൂരെ എവിടെയല്ല നമ്മളെല്ലാം അർജുനന്മാരാണ്. അമ്പ് കൈ വില്ലെടുത്ത് കൈയൊന്നല്ല പ്രശ്നം. വിഷാദമാണ് നമ്മുടെ എപ്പോഴും വിഷാദം. സ്വന്തം ജീവിതം ഒന്ന് പഠിച്ചു നോക്കൂ. നമുക്ക് എന്തൊക്കെ തരം അനുഭവങ്ങൾ വരുന്നു, എന്തൊക്കെ തരം ദുരിതങ്ങൾ വരുന്നു. പക്ഷെ നമ്മളെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ വാസുദേവൻ അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഉണ്ട്. നമ്മളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ധൈര്യം തന്ന് ഇവിടെ ധൈര്യമായിട്ട് ചെയ്യേണ്ട കർമ്മം ചെയ്തിട്ട് ഈശ്വരനിലേക്ക് ലയിക്കൂ. അതാണ് ഗീത പഠിപ്പിക്കുന്നത്. ഏത് വേഷഭൂഷായാലും നമ്മളൊക്കെ അർജുനന്മാരാണ്. ഇന്ന് നമ്മുടെ വിചാരങ്ങളൊക്കെ ഈ വിഷാദം കൊണ്ട് മൂടിയിരിക്കുകയാണ്. ഈ വിഷാദത്തിൽ നിന്ന് ഒടുവിൽ സാഖ്യയോഗത്തിലേക്ക് ശ്രീകൃഷ്ണ പരമാത്മാവ് പറഞ്ഞു കൊടുക്കുന്നു. അർജുന, നീ ശരീരമല്ല, നീ ആത്മസ്വരൂപമാണ്. എന്നിട്ട് നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക നജൈനം ക്ലേദ യന്ത്യാപോ ന ശോഷയതി മാരുതക. അർജുന, നിന്റെയും എന്റെയും സകലരുടെയും ആത്മാവ് അതിനെ ഒന്നുകൊണ്ടും നശിപ്പിക്കാൻ പറ്റില്ല. വാളുകൊണ്ടോ, അഗ്നി കൊണ്ടോ, വായു കൊണ്ടോ, വെള്ളം കൊണ്ടോ ഒന്നും നശിപ്പിക്കാൻ പറ്റില്ല. അതാണ് നീ. ആ ആനന്ദ സ്വരൂപമാണ് നീ. അതിന് യോഗ ചെയ്യണം. അതിലൂടെ പോയിട്ട് നീ അത് അനുഭവിക്കുക. 18 അധ്യായങ്ങളിലൂടെയും അർജുനന് ശ്രീകൃഷ്ണ ഭഗവാൻ ഇത് തന്നെ പലതരത്തിൽ പറഞ്ഞോടും. ആ വിഷാദയോഗം കഴിഞ്ഞു സാഖ്യയോഗം, കർമ്മയോഗം, കർമ്മസന്യാസയോഗം, ജ്ഞാനയോഗം, അങ്ങനെ പോകുന്നത് ഒടുവിൽ മോക്ഷ സന്യാസത്തിലെത്തിക്കുകയാണ്. ഈ വിഷാദത്തിൽ കാൽ വെച്ച ആളൊടുക്കം 18 അധ്യായം കഴിഞ്ഞപ്പോൾ അവിടെ എത്തി മോക്ഷ സന്യാസം. മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്തി. എന്തിൽ നിന്ന് മുക്തി? എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നുള്ള മുക്തി. ദുഃഖങ്ങൾ പോയാൽ പിന്നെ നമ്മളവിടെ അനുഭവിക്കുന്ന എന്താണ്? ആനന്ദം. എല്ലാ ദുഃഖങ്ങളും പോയി ആനന്ദാവസ്ഥയിലേക്ക് എത്തുന്ന, ആ ആനന്ദാവസ്ഥയെ ചൂണ്ടിക്കാണിച്ചു തരുന്ന പരമപവിത്ര ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഈ 18 അധ്യായവും കാണിച്ചു തരുന്നത് ഇത് തന്നെയാണ്. അതിൽ പല കാര്യങ്ങളും ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചുരുക്കത്തിൽ ഒരു വിഷാദമുള്ള, ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവൻ ഒടുവിൽ മോക്ഷത്തിലെത്തുന്നതാണിത്. ഇതാണ് പഠിപ്പിക്കുന്നത്. അതിന് ജ്ഞാനം വേണം, വിജ്ഞാനം വേണം, കർമ്മം വേണം, സന്യാസം വേണം. ഇതൊക്കെ ശ്രീകൃഷ്ണ ഭഗവാൻ ഓരോന്നിലും വിശദമായിട്ട് വിവരിക്കുന്നുണ്ട്. ജ്ഞാനം എന്താണ്, വിജ്ഞാനം എന്താണ്, സന്യാസം എന്താണ്, അങ്ങനെ പലതരത്തിലും. നമുക്ക് പെട്ടെന്ന് 18 അധ്യായം ഒന്ന് വേഗം പറഞ്ഞു പോവാം. വിഷാദയോഗം, സാഖ്യയോഗം, കർമ്മയോഗം, ജ്ഞാനകർമ്മ സന്യാസയോഗം, കർമ്മ സന്യാസയോഗം, ധ്യാനയോഗം, ജ്ഞാന വിജ്ഞാനയോഗം, അക്ഷര ബ്രഹ്മയോഗം, രാജവിദ്യ രാജഗുഹയോഗം, വിഭൂതിയോഗം, വിശ്വരൂപദർശനയോഗം, ഭക്തിയോഗം, ക്ഷേത്രജ്ഞയോഗം, ഗുണത്രയ വിഭാഗയോഗം, പുരുഷോത്തമയോഗം, ദൈവാസുര സമ്പദ് വിഭാഗയോഗം, ശ്രദ്ധാത്രയ വിഭാഗയോഗം, മോക്ഷ സന്യാസയോഗം. ഇത് വേഗം ഓടിച്ചു പറഞ്ഞതാണ്. ഇതിലെല്ലാം പറഞ്ഞിരിക്കുന്ന ഈ 18 അധ്യായങ്ങളിലും പറഞ്ഞിരിക്കുന്നത് ഓരോ അധ്യായത്തിലും ഒരു ജീവനെ പഠിപ്പിച്ചു കൊണ്ടുവരും. പഠിപ്പിച്ചിട്ട് ആ പരമസത്യത്തിലെത്തിയിട്ട് വിഷാദം മാറ്റിയിട്ട് മോക്ഷത്തിലെത്തിക്കുകയാണ്. അപ്പൊ അവിടെ അർജുനന് പറഞ്ഞു കൊടുത്താലും
ഒരിക്കൽ കൂടി പറയട്ടെ, നമ്മളൊക്കെ അർജുനന്മാരാണ്. നമ്മളും ജീവിതത്തിൽ വിഷാദം കൊണ്ട് നടക്കുകയാണ്. ഈ വിഷാദം മാറ്റിയിട്ട് നമുക്കും എല്ലാവർക്കും ഓരോ ജീവനും ആ മോക്ഷത്തിലെത്താം എന്ന് ശ്രീകൃഷ്ണ പരമാത്മാവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതേമാതിരി നമ്മൾ സാധന ചെയ്ത് പോകണം. അപ്പൊ അവിടേക്ക് എത്തണമെങ്കിൽ യോഗത്തിലൂടെ പോകണം. 4 തരത്തിലെ യോഗങ്ങളുണ്ട് ഇവിടെ. അത് കൂടെ പോയി ചലിച്ചു കഴിഞ്ഞാൽ ഈ ജീവൻ ആ പരമ സത്യത്തിലെത്തും. ഇതാണ് ഭഗവത്ഗീത പഠിപ്പിക്കുന്നത്. മോക്ഷം എന്ന് പറഞ്ഞാൽ ദുഃഖമില്ലാത്ത അവസ്ഥ. ഒന്നുകൂടി പറയട്ടെ, ദുഃഖമില്ലാത്ത അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് മോക്ഷം. ഏതായാലും എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്.